അതുണ്ടല്ലോ, അത് അങ്ങോട്ട് കേറ്റ്. ഇറങ്ങിപ്പോയെന്നോ? പിന്നെയും കേറ്റ്. ആ എന്നിട്ട് നല്ലവണക്ക് കൈ അങ്ങോട്ട് കൊടുക്ക്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. വന്നില്ലയോ? നല്ല പോടക്ക് നോക്കടാ. എന്തോ വന്നില്ലയോ? എടാ കടയിൽ പുതിയ സ്റ്റാഫ് വന്ന്, അവനാണെങ്കിൽ ഒരു കോപ്പ് അറിയത്തില്ല. അവന് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് കൊള്ളാം. കേൾക്കുന്നമാര് വിചാരിക്കുന്നേ വേറെ വല്ലതൊക്കെയാ. വെറുതെ കൊതിപ്പിച്ച്. ഇയാള് കൂടുതലൊന്നും പറയണ്ട. ഇയാൾ ആ പാവം പിടിച്ച മനുവിനെ ഉസ്തിയല്ലോ ജീവിക്കുന്നത്. എടാ കണാപ്പ, ഒരു ചട്ടി സിമെന്റിന് 3 ചട്ടി മെറ്റലും 2 ചട്ടി മണലുമാ വേണ്ടത്. അപ്പൊ 1000 സ്ക്വയർ ഫീറ്റിന് എത്രയാടാ? പറടാ. പഠിക്കാൻ വരുമ്പോഴെങ്കിലും നിന്റെ കോൺട്രാക്ട് പണി ഒന്ന് നിർത്തിക്കൂടായോ? ചേച്ചി ആദ്യം ആ ബുക്ക് ഒന്ന് നോക്ക്. ഇത് PSC ക്ലാസ്സാ, അല്ല കുക്കിങ്ങിന്റെ ക്ലാസ് ഒന്നുമില്ല. കുക്കിങ്ങിന്റെ ബുക്കൊക്കെ എടുത്തോണ്ട് വരാൻ വേണ്ടി. എന്തുവാടാ മക്കളെ, ഞാൻ സീനിയർ ആയി പോയെന്ന് വെച്ചേ കളിയൊന്നും ആക്കല്ലേ. ഇങ്ങോട്ട് ഇരിക്കണ, ഞാൻ നീങ്ങിയിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കത്തുള്ളു. ഇപ്പൊ ഊറ്റാൻ തുടങ്ങും. ഓ അതല്ലടാ, ഇവിടെ പറഞ്ഞതാ. നന്ദു എന്തു പറ്റി? തലവനെയാണോ? അണ്ണ അതല്ലണ്ണ, എനിക്കൊരു പഠന ക്ലാസ് ഉണ്ടായിരുന്നു. അതിനകത്ത് പങ്കെടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. വീട്ടിൽ അമ്മയോട് പറഞ്ഞപ്പോ ദാരിദ്ര്യമൊക്കെ. അമ്മയാണെങ്കിൽ അത് കേട്ട് പൊട്ടിക്കരയോ. സഹിക്കാൻ പറ്റുന്നില്ല. മിനി കരഞ്ഞോ? പൊട്ടി ഇടക്കിടക്ക് വിങ്ങുന്നുണ്ടായിരുന്നു. നല്ല കരഞ്ഞ്. പൈസ ഞാൻ തരും, നീ എന്തായാലും പോണം. മിനി കരയാൻ ഞാൻ സമ്മതിക്കത്തില്ല. എവിടോട്ടാ നിന്റെ പഠന ക്ലാസ്? 2 ദിവസം ബാംഗ്ലൂരോട്ട്, 1 ദിവസം വണ്ടറിലേക്ക്. എന്റെ പാവം അമ്മ അടിപൊളി. ഓട്ടോ എന്ത് ചെയ്യണം? നീ അതങ്ങ് മറിച്ചിട്, എന്നിട്ട് അതിന്റെ പുറത്ത് നീ കയറിയിരി. അതെ ചേച്ചി, ഈ മനുവിനെ നന്ദുവിനോട് ഭയങ്കര താല്പര്യമാണ്. അതെന്താ കാര്യം? എടാ, മനുവിന്റെ പഴയ ലൈനായിരുന്നു നന്ദുവിന്റെ അമ്മ. ഈ മിനിയെ കെട്ടാത്തതിന്റെ വാശിക്കാവൻ PSCക്ക് ചേർന്നത്. അപ്പൊ ഇവൻ എത്ര നാളുകൊണ്ട് PSC എക്സാം എഴുതാൻ വരുന്നുണ്ട്? അധികമൊന്നും ആയിട്ടില്ല, 10-17 വർഷമായി. എല്ലാത്തിലും ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ എന്തുവാടെ എല്ലാരും ഇങ്ങനെ? ഇവിടെ പ്രായത്തിൽ നിങ്ങളെക്കാട്ടി ചെറുതായിരിക്കും. നിങ്ങളെ സാറല്ലേ ഇവിടെ? ഒന്ന് എഴുന്നേക്കണേ, കുറച്ച് ബഹുമാനമൊക്കെ തരാം. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താ സാറേ? നമ്മുടെ മനുമാമന്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. നാളെ നടക്കുന്ന LDCയുടെ എക്സാം കൂടെ കഴിയുമ്പോൾ മനുമാമന്റെ ഏജ് ഓവർ ആകുകയാണ്. അടുത്ത ആഴ്ച മുതൽ PSC പഠിക്കാൻ നമ്മുടെ മനുമാമൻ കാണത്തില്ല. വിഷമിക്കാതെ. വിഷമല്ല മാമ, വീട്ടില് ദാരിദ്ര്യം കാരണം അമ്മയ്ക്ക് ഒരു ബിരിയാണി മേടിച്ച് തിന്നാൻ പോലും പൈസ ഇല്ല. ഇന്നും പറഞ്ഞൊരു ബിരിയാണി വേണമെന്ന്. അമ്മയ്ക്കാണോ? എനിക്ക് 2 മേടിക്കാം. 2-3 വേണം. 3 മേടിക്കാം. ഇന്ന് നമ്മൾ നടത്തുന്ന സാധാരണ രീതിയിലുള്ള ക്ലാസ് അല്ല. കുസൃതി ചോദ്യങ്ങൾ വെച്ച് നമ്മൾ ക്ലാസ് അങ്ങ് വൈവ് ആക്കുകയാണ്. അല്ല സാറേ, കഴിഞ്ഞ ആഴ്ച ഒരു ചെറുക്കനെ ഇവിടെ പഠിക്കാൻ വന്നില്ലേ? അവനിപ്പോ എന്ത്? അവൻ നേരത്തെ ലിസ്റ്റിലുണ്ടായിരുന്നു, അവനിപ്പം ജോലിയായി. അണ്ണൻ 916 ലിസ്റ്റിലായിട്ട് ഇതുവരെ നിയമനമായിട്ടില്ലല്ലോ. അപ്പൊ ഇന്ന് വീട്ടിൽ വെച്ചൊരു ഫംഗ്ഷൻ ഉണ്ട്. അനിയന് ജോലി കിട്ടി പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട്. അപ്പൊ എല്ലാരും വൈകിട്ട് വരണം കേട്ടോ. അയ്യോ, അതിനവൻ PSC ഒന്നും എഴുതുന്നില്ലായിരുന്നല്ലോ. പക്ഷെ അവൻ പണ്ട് തൊട്ടേ പാർട്ടി ഭയങ്കര സജീവമായിരുന്നു. ഓ, ബാക്ക് ഡോർ നിയമനം. ചേച്ചിക്ക് ഒരു കാര്യം അറിയാം. ഇവിടെ 10 ലക്ഷം പേര് സർക്കാർ ജോലി കയറുന്നുണ്ടെങ്കിൽ അത് PSC എഴുതി കയറുന്ന വെറും 2 ലക്ഷം പേരേ ഉള്ളൂ. ഇതൊക്കെ അറിയാമെങ്കിൽ എങ്ങനെയാണ് അവളെ രാവിലെ ഇവിടെ വന്നിരുന്ന് കഷ്ടപ്പെടുന്നത്? പോടാ ഇവിടെ. സാറ് വൈബിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. ക്രിസ്മസ് അല്ലയോ മരിച്ചേട്ടാ, അമ്മയ്ക്കൊരു വൈൻ വേണമെന്ന് പറഞ്ഞു. എടാ എന്റെ അത്രയും പൈസ ഒന്നും ഇല്ലായിരുന്നു. അമ്മ ഒരു കത്ത് തന്നിട്ടുണ്ട്, ചേട്ടന്റെ തരാൻ പറഞ്ഞു. ഇത് നിന്റെ കൈയക്ഷരാണല്ലോ. അല്ല, അമ്മ പഠിക്കാൻ പോയിട്ടില്ലല്ലോ, അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു തന്ന ഞാൻ എഴുതിയതാ. 2 വൈൻ മേടിക്ക, നീ അടങ്ങ്. അപ്പൊ ഫസ്റ്റ് കുസൃതി ചോദ്യേ. മലയാളത്തിൽ നാവ് കൊണ്ട് ഇംഗ്ലീഷിൽ കാലുകൊണ്ടും ചെയ്യുന്ന കാര്യം പറ. അല്ല, ഉത്തരം തെറ്റ്. വാക്ക്. നാക്കുകൊണ്ട് വാക്ക്, കാലുകൊണ്ട് വാക്ക്. മനസ്സിലായോ? അടുത്ത ചോദ്യം. 3 ഭർത്താക്കന്മാരുള്ള സംഖ്യ ഏത്? ഞങ്ങളുടെ അപ്പുറത്തെ രമണി ചേച്ചി. ഭർത്താവ് 1, സെറ്റപ്പ് 2. രാവിലെ 1, രാത്രിയിൽ 1. രാത്രിയിൽ രാഘവൻ ചേട്ടൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടൊന്ന്. അല്ല, ചേച്ചിക്കായില്ലേ? സബ്സ്ക്രൈബറായി വരുന്നേ ഉള്ളൂ. ഭാര്യമാരൊന്നും ഇല്ലാത്ത സംഖ്യയായിരുന്നു എനിക്കറിയായിരുന്നു. മനുച്ചേട്ടൻ. കളിയാക്കലൊന്നും വേണ്ട, ആൻസർ ഞാൻ പറയാം. 13. അപ്പൊ ഇത്രേ ഉള്ളു. അത് കഴിഞ്ഞ് നമുക്ക് മനുച്ചേട്ടനെ ഇങ്ങോട്ട് വിളിക്കാം. എന്റെ പ്രിയപ്പെട്ട അനിയത്തിമാരെ, അനിയന്മാരെ, എനിക്ക് ജനിക്കാതെ പോയ മക്കളന്മാരെ, എല്ലാവർക്കും ഒരു കൂപ്പ് കൈ. ഈ PSC ചാവണമെങ്കിൽ അത് PSC കിട്ടിട്ട്
മാത്രമായിരിക്കും. നിങ്ങളുടെ ഓരോരുത്തരും ഇൻസ്പിറേഷൻ അത് ഞാൻ മാത്രമായിരിക്കണം. ഇത്രയും നാളെ PSC കിട്ടാത്ത ഇവൻ എങ്ങനെ ഇൻസ്പിറേഷൻ ആവുന്നത്? അതാണ് എൻ്റെ ലക്ഷ്യം. ഹലോ മണിച്ചേട്ടാ, സാറിന്റെ അനിയന്റെ പാർട്ടിക്ക് വരുന്നില്ലയോ? ഞാൻ ഇല്ലടാ, ഞാൻ ഇവിടെ ഇല്ല, അതുകൊണ്ടാ ഞാൻ വരുന്നില്ല. എല്ലാരും ഉണ്ട് ഇവിടെ. ഇല്ല, ഞാൻ ഇവിടെ ഇല്ലാത്തോണ്ടാ, ബിസിയാ. ശരി. ഓ ശരി. മണിച്ചേട്ടാ, 10ാം ക്ലാസ് കഴിയുന്നതിന് മുന്നേ PSC ചേരാൻ പറ്റും? ഇല്ല മോനെ, മിനിമം ഒരു 18 വയസ്സെങ്കിലും വേണോടാ. എന്തൊക്കെ ഉണ്ടായിട്ട് എന്തുവാ കാര്യം? കൊറേ വർഷമായിട്ട് എഴുതുമല്ലോ, ഒന്നും നടക്കത്തില്ല. എടാ കണ്ണാടി പൊട്ടിച്ച് അതിനകത്ത് കയറ്റാനല്ല പറഞ്ഞേ, സൈലൻസറിനകത്തോട്ട് കയറ്റടാ പുല്ലേ. മനുച്ചേട്ടന് ജോലി കിട്ടി, അതാണ്ട് പേപ്പർ. എന്ന് വേണ പെട്ടെന്ന് കൊണ്ടു കൊടുക്കാം, പുള്ളിക്ക് സന്തോഷമാവട്ടെ. മനുഷ്യേട്ടാ, ഇനി സാധനങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെ മേടിക്കും മനുഷ്യേട്ടാ? ഞങ്ങൾ ആരെയും ഊക്കൊണ്ടാ. എനിക്ക് വയ്യടാ. ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ജോലി കിട്ടുമെന്ന് പറയാൻ. ഞാൻ പേപ്പർ നെഞ്ചത്തോട്ട് എടുത്ത് വെച്ചിട്ട് ജോലി കിട്ടിയാ എങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് പിടിച്ചങ്ങോട്ട്. സർ, ഓഫർ ലെറ്റർ ഇന്നലെ ജോയിൻ ചെയ്യണം. ഇന്നുമല്ലോ ജോയിൻ ചെയ്യണോ? അതെന്താ? നിങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് ജോലി ഇട്ടത് എന്തെടുക്കാനാ? കുടുംബവും ഇല്ല, മക്കളില്ല, അച്ഛനമ്മമാര് ആരുമില്ല. ഇനി കല്യാണം കഴിച്ചിട്ട് കാര്യമേ ഇല്ല. പക്ഷെ എനിക്കാണെങ്കിലേ ഒരു കല്യാണമൊക്കെ സെറ്റ് ആയായിരുന്നു. നിങ്ങളൊന്ന് മാറി തന്നാലേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ സുഖമായിട്ട് ജീവിക്കാം. ചത്തല്ലേ നിങ്ങൾ, എന്തിനാ അങ്ങനെ തിരിച്ചു വന്ന്? ബാക്കിയുള്ളത് ജീവിതമെങ്കിലും രക്ഷപ്പെട്ടേനെ. പ്ലീസ് ഒന്ന് തിരിച്ചു പോ. ഒന്ന് മാറി. മനുവണ്ണ ഇവിടെ ഇല്ല, നിങ്ങൾ പിന്നെ പോയിട്ട് വാ. ഇങ്ങനെ മാറണോ? എന്താ ഉണ്ടാക്കിയിരിക്കണം അങ്ങോട്ട്